അക്കരെ കൊട്ടിയൂരിൽ ഇന്ന് അഷ്ടമി ആരാധന. രാത്രിയോടെ ഇളനീർ അഭിഷേകവും നടക്കും. കൊട്ടിയൂർ പെരുമാളിന് ഇളനീർക്കാവുകളുമായി ഇന്നലെ എത്തിയത് ആയിരങ്ങളാണ്. വൈശാഖ മഹോത്സവത്തിലെ സുപ്രധാന ചടങ്ങുകളിലൊന്നാണ് ഇളനീർ വെപ്പ്. വ്രതം നോറ്റ ഇളനീർക്കാവുകളുമായി ക്ഷേത്രത്തിലെത്തിയത് ആയിരങ്ങൾ. ശിവഭഗവാന്റെ കോപം ശമിപ്പിച്ച സന്തുഷ്ടനാക്കിയത് ഇളനീർ അഭിഷേകത്തിലൂടെയാണെന്നാണ് വിശ്വാസം. കാലം എത്ര മാറിയാലും കൊട്ടിയൂരിലെ ഇളനീർ വ്രതക്കാർ പിന്തുടർന്നു വരുന്ന ആചാരങ്ങൾക്ക് ഒരു മാറ്റവുമില്ല. ആയിരക്കണക്കിന് ഇളനീർ വ്രതക്കാർ സന്ധ്യയോടെ അക്കരെ കൊട്ടിയൂരിന്റെ കിഴക്കേ നടയായ മന്തഞ്ചേരിയിൽ ഒത്തുകൂടി. പിന്നെ ഇളനീർ വെപ്പിന്റെ മുഹൂർത്തത്തിനായുള്ള കാത്തിരിപ്പ്. കാറ്റും മഴയും വെയിലും വകവയ്ക്കാതെ നഗ്നപാതരായി ഇളനീരുമായി കൊട്ടിയൂരിലെത്തിയപ്പോൾ നാമസങ്കീർത്തനങ്ങളാൽ മുഖരിതമായി കൊട്ടിയൂർ പരിസരം. പന്തിരടി പൂജ കഴിഞ്ഞതോടെ കുടിപതി കാരണവർ കിഴക്കേ നടയിൽ വെള്ളിക്കിടാരംഭിച്ചു. ശ്രീഭൂതബലി കഴിഞ്ഞ ഉടനെ കാര്യത്ത് കൈക്കോളൻ കിഴക്കേ നടയിൽ തട്ടും പോളയും വച്ചു. തുടർന്ന് ഇളനീർ വെപ്പിനുള്ള രാശി വിളിച്ചു. വാക്കന്റെ കുഴലൂത്തിന്റെയും മുന്നൂറ്റാന്റെ വാദ്യത്തിന്റെയും അകമ്പടിയോടെ വീരഭദ്രവേഷത്തിൽ അഞ്ഞൂറ്റാൻ കിഴക്കേ നടയിലേക്ക് എഴുന്നള്ളി. മന്തഞ്ചേരിയിൽ കാത്തിരുന്ന ഇളനീർ വ്രതക്കാർ ഇളനീർക്കാവുകളുമായി ബാവലിയിൽ മുങ്ങി ഈറനോടെ തിരുവഞ്ചിറയിലേക്ക് പാഞ്ഞെത്തി തട്ടും പോളയും വലം വെച്ച ഇളനീർക്കാവുകൾ സമർപ്പിച്ചു. ഇളനീർക്കാവുകൾ സമർപ്പിച്ച ഭണ്ഡാര സമർപ്പണവും നടത്തിയ വ്രതക്കാരെ വീരഭദ്രൻ അനുഗ്രഹിച്ചു. ഇളനീർക്കാവുകൾ സമർപ്പണം കഴിഞ്ഞതോടെ എരുവട്ടി തണ്ടയാൻ പരിവാര സമേതം എണ്ണയും ഇളനീരും തൃക്കൈക്കുടവുമായി ഇക്കരെ കൊട്ടിയൂരിൽ നിന്ന് പുറപ്പെട്ട പടിഞ്ഞാറേ നടവഴി സന്നിധാനത്തെത്തി എണ്ണയും ഇളനീരും തൃക്കൈക്കുടയും ഭഗവാന് സമർപ്പിച്ചതോടെ ഇളനീർ വെപ്പ് പൂർത്തിയായി. ഇന്നുച്ചയോടെ അക്കരെ കൊട്ടിയൂർ സന്നിധിയിൽ അഷ്ടമി ആരാധനയും പൊന്നിൻ ശീവേലിയും നടക്കും. രാത്രിയിൽ ദൈവത്തിന്റെ വരവ് ചടങ്ങ് നടക്കും. തുടർന്ന് ഇളനീർ അഭിഷേകമാണ്. ന്യൂസ് ബ്യൂറോ, കൊട്ടിയൂർ. ശ്രീചന്ദ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, SN പാർക്കിന് സമീപം, കണ്ണൂർ. കണ്ണൂരിനൊപ്പം ആരോഗ്യത്തിനൊപ്പം.